ഞാൻ 12 വർഷമായി ഇങ്ങനെ ഒരു റൂമിനകത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവിടെയും പോവാനും എടുക്കാനും ഒക്കെ. എനിക്ക് സാധിക്കുന്നില്ല. ഓരോരോ പരിപാടി കേൾക്കുമ്പോ കൊതിയുണ്ട്. എല്ലാവരും പോകുമ്പോ എനിക്ക് മോഹമുണ്ട്. പക്ഷെ പറ്റണില്ല. ഒരു വാടക വീട്ടിലെ ഞങ്ങളിരിക്കണം. വാടക കൊടുക്കാൻ പോലും ഒരു ഗതിയില്ല ഞങ്ങൾക്ക്. എന്റെ അച്ഛനാണ് എന്നെ നോക്കി. എന്റെ അച്ഛനില്ലപ്പോ. എന്റെ അമ്മയാണെന്ന് നോക്ക്. നിങ്ങളെ കൊണ്ടല്ല ആരോടും പറയാം. നീ ചോമര പഠിച്ചിട്ടൊക്കെയാണ് നടക്കുക. എനിക്ക് ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇനി 12 സർജറി കഴിഞ്ഞാൽ എനിക്ക് നേരെ വണ്ണമൊന്ന് നടക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കില്ലേ? സഹായിക്കുന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇരിക്കും. നിങ്ങളുടെ കാരുണ്യത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കണം. നല്ലവരായ നാട്ടുകാരും എന്റെ ജനങ്ങൾ വേണ്ടി ഇനി സഹായിക്കുന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇരിക്കണം. ഒരു നിമിഷം എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കാണണം. കേവലം 31 വയസ്സ് മാത്രം പ്രായമുള്ള, ജീവിക്കാനും അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഐശ്വര്യ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ അവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് കാണണം പ്രിയപ്പെട്ടവരെ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നിങ്ങൾ ചെയ്യണം. ഈ കാലുകളുടെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കി. ഒന്ന് ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനോ കേവലം 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെങ്ങളാണ് ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിലേക്ക് ഈ സഹോദരിനെ കൊണ്ടുവരാൻ കഴിയും. പക്ഷെ പണമില്ലാത്തതിന്റെ പേരിലാണ് ഈ ഒരു അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സഹായിച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടെ വരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ജൂബിലി ഹോസ്പിറ്റലിൽ നിന്ന് ഇനിയും സർജറികളാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ഈ കാലിന്റെ ഓരോ വശങ്ങളും കട്ട് ചെയ്ത് മാറ്റിയിട്ടേ ഇതിങ്ങനെ കുറച്ചു കൊണ്ടുവരണം. എങ്കിലും മാത്രമേ ആ സഹോദരി സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ അത് കഴിയുള്ളൂ. നമ്മുടെ ഒരു കാലിലൊരു മുറി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുള്ളു കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയും അല്ലെ? മക്കളെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, പെങ്ങന്മാരോട് അനുകമ്പ കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളടക്കമുള്ള നന്മയാർന്ന കാരുണ്യ ലോകത്തിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റാൻ പാടില്ല. നിങ്ങൾ ഈ സഹോദരിയെ കണ്ടോ? ഈ അമ്മയെ കണ്ടോ? ഞാൻ 2 വർഷമായിട്ട് അറിയുന്ന ഒരു കുടുംബമാണ്. ഞാൻ എന്നാണോ ഈ സഹോദരനെ ആദ്യമായിട്ട് കണ്ടത് വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങൾക്കൊരു ആൺകുട്ടി ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഒരു സ്വന്തം മോനെ പോലെ എന്നെ കാണാം. അതുപോലെയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ കുടുംബത്തിനെ കണ്ടിട്ടുള്ളൂ. പ്രയാസം എന്താണെന്നറിയോ? ഈ അമ്മയും ഈ മോളും ഒരു നിലക്കും ഒരു നിവർത്തിയും ഇല്ല. ഇവർ ആ ഹോസ്പിറ്റലിൽ പോയി കറക്റ്റ് ബില്ല് അയച്ചു. എത്ര പൈസ അയക്കണേ? ഇവർക്ക് എത്ര പൈസ അയക്കണേ? ഇപ്പൊ പൈസ ഒരു പൈസ ഇല്ലാത്തതുകൊണ്ടാട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വന്നത്. നമുക്ക് സഹായിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കാരുണ്യ ലോകം മാത്രമേ ഉള്ളൂ. നിങ്ങളോടല്ലാതെ അവരെ പ്രയാസം പറയാൻ ഇവർക്ക് ആരുമില്ല.